BJP MP അപരാജിത സാരംഗി 1984 എന്നെഴുതിയ ബാഗ് പാർലമെന്റിൽ വെച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് സമ്മാനിച്ചു. ബാഗിന് പുറത്ത് ചുവപ്പ് നിറത്തിൽ 1984 എന്നെഴുതിയ അക്കങ്ങളിൽ രക്തം പുരണ്ടതായി കാണിച്ചിരിക്കുന്നു. 1984 സിഖ് വിരുദ്ധ കലാപം ഓർമ്മിപ്പിക്കുകയായിരുന്നു സാരംഗി. കഴിഞ്ഞ 50 വർഷമായി കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് ഇന്നത്തെ തലമുറ അറിയണമെന്നും സാരംഗി പിന്നീട് പറഞ്ഞു. ബഹുമാനപ്പെട്ട എംപിക്ക് ബാഗുകളോട് വളരെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് ഞാനൊരെണ്ണം അവർക്ക് സമ്മാനിച്ചുവെന്നും ആദ്യം അവർ മടിച്ചു നിന്നെങ്കിലും പിന്നീടത് സ്വീകരിച്ചുവെന്നും പ്രിയങ്കയ്ക്ക് ബാഗ് സമ്മാനമായി നൽകാനുള്ള തീരുമാനം വിശദീകരിച്ചുകൊണ്ട് BJP MP പറഞ്ഞു. നേരത്തെ ഫലസ്തീൻ ബംഗ്ലാദേശ് ബാഗുകളുമായി പ്രിയങ്ക പാർലമെന്റിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സാരംഗിയുടെ സമ്മാനം. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ബാഗുമായാണ് ആദ്യം പ്രിയങ്ക പാർലമെന്റിലെത്തിയത്. BJP ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് എഴുതിയ ബാഗുമായാണ് പ്രിയങ്ക വന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സിഖുകാരായ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചു കൊന്നതിന് പ്രതികാരമായി വടക്കൻ ഡൽഹിയിൽ പുൽബംഗഷ് ഗുരുദ്വാര ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്റ്ലറാണ് ആൾക്കൂട്ടത്തെ ഇളക്കിവിട്ടതെന്നായിരുന്നു ആരോപണം. 1984 നവംബർ 1 ഗുരുദ്വാരയിൽ ആയുധങ്ങളുമായി ഒത്തുകൂടിയ ഒരു ജനക്കൂട്ടം സിഖുകാരെ കൊല്ലുകയും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ജനക്കൂട്ടം കടകൾ കൊള്ളയടിക്കുകയും ഗുരുദ്വാരക്ക് തീയിടുകയും ബാദൽ സിംഗ്, താക്കൂർ സിംഗ്, ഗുർചരൺ സിംഗ് എന്നീ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും സിഖുകാരെ കൊന്നാൽ മാത്രം മതിയെന്നും അവിടെ എത്തിയ ടൈറ്റ്ലർ അനുയായികളോട് പറഞ്ഞതായി അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ടൈറ്റ്ലർ ജനക്കൂട്ടത്തോട് പറഞ്ഞത് കൃത്യമായി കേട്ടില്ലെങ്കിലും അവിടെ തടിച്ചുകൂടിയ ആളുകൾ ആ ആഹ്വാനത്തിന് ശേഷം ഗുരുദ്വാര ആക്രമിക്കുകയും തീയിടുകയും ചെയ്തുവെന്ന് ചില സാക്ഷികൾ പറഞ്ഞു. 1984 നവംബർ 3 ടൈറ്റ്ലർ ദേശീയ തലസ്ഥാനത്തെ ഒരു ആശുപത്രിയിലെത്തി താൻ പറഞ്ഞത് വിശ്വസ്തയോടെ ചെയ്തില്ലെന്ന് പറഞ്ഞ് അവിടെ തടിച്ചുകൂടിയ ഒരു കൂട്ടം ആളുകളെ ശാസിച്ചെന്നും പറയപ്പെടുന്നുണ്ട്. ഫലസ്തീൻ ജനതയെ പിന്തുണച്ച് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഫലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായാണ് പ്രിയങ്ക ഇന്ന് പാർലമെന്റിലെത്തിയത്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിനെതിരെ പ്രിയങ്ക ശബ്ദമുയർത്തിയിരുന്നു. ഫലസ്തീൻ എന്നെഴുതിയ ബാഗിൽ രാജ്യത്തിന്റെ ചിഹ്നങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യ സൂചകമായ തണ്ണിമത്തിന്റെ പടവും ബാഗിൽ ഉൾപ്പെടുത്തി. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.